നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2029 മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഉണ്ടാകും എന്ന അഭിപ്രായ സർവേയാണ് സീ വോട്ടർ പങ്കുവെക്കുന്നത്. അതായത് ഈ രാജ്യത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ തോതിലുള്ള ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. 52% പേർ ഈ രാജ്യത്ത് ഭരണമാറ്റം ആഗ്രഹിക്കുമ്പോൾ 27% പേർ മാത്രമാണ് ഈ ഭരണം തുടരട്ടെ, കാലാവധി തികയുന്നതുവരെ തുടരട്ടെ എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, സീ വോട്ടർ സർവേ സാധാരണ ഏതെങ്കിലും മലയാള മാധ്യമങ്ങളായിരുന്നാലും മറ്റേതെങ്കിലും പ്രാദേശിക ഭാഷാ മാധ്യമങ്ങളുടെ ചാനലുകളായിരുന്നാലും അവരുമായി സംയോജിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ്. മലയാള മനോരമ കേരളത്തിൽ ഈ സീ വോട്ടറുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് നടത്തുന്ന സർവേ ഫലവും പുറത്തു വന്നിരിക്കുന്നു. അതും രാഹുൽ ഗാന്ധിക്ക് അങ്ങേയറ്റം അനുകൂലമായിട്ടുള്ള സർവേ ഫലങ്ങളാണ്. സീ വോട്ടർ രാജ്യത്ത് നടക്കുന്ന പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെയധികം വ്യക്തതയോടെ, തെറ്റില്ലാത്ത തരത്തിൽ അവർ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം നടത്താറുണ്ട്. ഈ രാജ്യത്ത് വിദേശ യാത്രകൾ ഒട്ടനവധി നടത്തിയിട്ടും നയതന്ത്രപരമായിട്ടുള്ള ബാന്ധവം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുമായോ അല്ലെങ്കിൽ പരമ്പരാഗത സുഹൃത്തുക്കളാണ് എന്ന് വിചാരിക്കുന്നവരുമായോ നിലനിർത്താൻ കഴിയുന്നില്ല. പകരമായി ഗ്ലോബൽ ലീഡറാണ് താൻ എന്ന വെറുതെയുള്ള വാചകമടി മാത്രമാണ്. ഇതെല്ലാം പർവ്വതീകരിക്കാൻ വേണ്ടിയുള്ള വാർ റൂമുകൾ BJPക്ക് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിനെ 10 വലുതാക്കി കാണിക്കുക, താനെന്തോ വലിയ നന്മയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുക. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബാന്ധവം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ബന്ധമാണ്. അത് നരേന്ദ്രമോദി വന്നപ്പോഴാണ് കുറച്ചുകൂടി ഊഷ്മളമായത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ വാക്ക് കേട്ട് ഇന്ത്യ ആരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിക്കണം എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കും എന്ന രീതിയിലേക്ക് വരെ വ്യാപാര കരാറുകളെ മാറ്റി എഴുതാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് മുറവിളി കൂട്ടുകയാണ്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണോ വാസ്തവത്തിൽ ചെയ്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പറയുന്ന വാക്കുകൾക്കോ അതല്ലെങ്കിൽ പറയുന്ന നിലപാടുകൾക്കോ ഒരു വ്യക്തതയുമില്ലാതെ പറയുന്നത് എന്തു തന്നെയായിരുന്നാലും അതെല്ലാം പോഷകത്തരങ്ങൾ മാത്രമായി മാറ്റിയെടുക്കുകയാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ 52% പേർ മോദിയേക്കാൾ എന്തുകൊണ്ടും പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ അവർ പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ച രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി വിദേശയാത്രകൾ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് കിരൺ റിജ്ജു എന്ന പാർലമെന്ററി കാര്യ മന്ത്രി എന്തോ വലിയ ഭീമമായ കണ്ടെത്തൽ നടത്തി പാർലമെന്റിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ എന്താണ്, തെറ്റായിട്ടുള്ള ഡാറ്റകളും ഫാക്റ്റ് എന്ന് പറഞ്ഞ് അവർ ഫാക്റ്റ് ചെക്ക് പോലും നടത്താതെ, ക്രോസ് ചെക്ക് പോലും നടത്താതെ കൊടുക്കുന്ന കള്ളങ്ങളുമാണ്. വാർ റൂമിൽ നിന്നും പടച്ചുവിടുന്ന തിരക്കഥയാണ് പിന്നീട് അവരുടെ രാഷ്ട്രീയ നിലപാടായും പിന്നീട് അത് ഗോദി മീഡിയകളുടെ ആപ്തവാക്യമായും മാറുന്നത്.